നമ്മുടെ കരിയറിനെ കംപ്ലീറ്റ്ലി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള 3 സിമ്പിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് വിടുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിശാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെന്റ് ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ. കാരണം നമ്മുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളെ ബോസോ അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയറോ അല്ലെങ്കിൽ നമ്മളെ കോവർക്കേഴ്സിനോടോ കൊളീഗ്സിനോടോ നമ്മൾ നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഐഡിയാസ് എന്താണത് ഷെയർ ചെയ്യുന്നതാണ്. അത് ത്രൂ അവരോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബോണ്ട് ഒക്കെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 3 സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എപ്പോഴും സംസാരിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത്. എന്താണ് ആക്റ്റീവ് ലിസണിംഗ് എന്ന് പറയുന്നത്? നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി പറയുന്നത് കറക്റ്റ് നമ്മൾ കേട്ടിരിക്കുക എന്നുള്ളതാണ് ആക്റ്റീവ് ലിസണിംഗ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഈ കറക്റ്റ് കേട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ആ ഒരു വ്യക്തി നീ പറയുന്ന സമയത്ത് അത് ആ വ്യക്തി പറഞ്ഞതിന് ഓപ്പോസിറ്റ് നീ പറയാൻ വേണ്ടി കേൾക്കുന്നതിന് പകരം ആ വ്യക്തി പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം എപ്പോഴും ശ്രദ്ധിക്കണം. എന്തൊരു കാര്യം പറഞ്ഞു തരാണെന്നുണ്ടെങ്കിലും അത് കറക്റ്റ് കേൾക്കുക. കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാൻ പറ്റും? അവർ പറഞ്ഞ കാര്യത്തിന് എങ്ങനെയായിരുന്നു നീ ഒന്നുകൂടി പറയുക അല്ലെങ്കിൽ അങ്ങനെയാണല്ലേ അങ്ങനെ എന്തെങ്കിലും ചെറിയ സജഷൻസ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് കേട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നിങ്ങളെ ലീഡറെ അല്ലെങ്കിൽ നിങ്ങളെ ടീം ലീഡർ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയണം. ഇനി എടുത്തി പറഞ്ഞ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കടാ, ആ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ആളോട് നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ ആളിങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് അത് എങ്ങനെയുള്ളായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും ചോദിച്ച് ആൾ പറയുന്നത് നമ്മൾ കറക്റ്റ് കേട്ടിരിക്കുന്ന ഒരു ഒരു ആ ഒരു ഐഡിയ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് അങ്ങനെ ഒരു തോന്നൽ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ലീഡറിന് അല്ലെങ്കിൽ ആ ഒരു ബോസിന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സുപ്പീരിയർക്ക് നമ്മളോട് എന്ത് കൂടും? ട്രസ്റ്റും കാര്യങ്ങളും കൂടും. സോ ആക്റ്റീവ് ലിസണിങ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ സ്കില്ലാണ് ക്ലിയർ ആൻഡ് കൺസൈസ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. എടാ ഒന്നുമില്ല, നമ്മളെ ഒരു വർക്കിംഗ് സ്പേസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അവിടുത്തെ ആ ഒരു എംപ്ലോയീൻ്റെ ഏറ്റവും വലിയ സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അവൻ്റെ ഐഡിയാസ് വ്യക്തമായിട്ട് അവൻ്റെ സുപ്പീരിയർക്കും അവൻ്റെ സബോർഡിനേറ്റ്സിനും അവൻക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവിടാണ് ഒരു എംപ്ലോയി അവിടെ വിജയിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഐഡിയാസ് എന്താണെന്നുള്ളത് ഒരു പ്രസന്റേഷൻ സമയത്തോ അല്ലെങ്കിൽ എന്തൊരു മീറ്റിങ്ങിൻ്റെ സമയത്തോ നമുക്ക് പറയാൻ പറ്റണം. ആ സ്കിൽ ഡെവലപ്പ് ആക്കിയെടുത്താൽ നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിൽ അത് ബൂസ്റ്റ് ചെയ്യും. നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴൊരു മീറ്റിങ്ങിന് പോകുന്ന സമയത്തും, എപ്പം നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്തും, നിങ്ങൾ ആദ്യം സംസാരിക്കാൻ പോകുന്ന ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾ ആ ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷന് പോകുന്ന സമയത്ത് എന്താണ് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആദ്യം അറിയാലോ. ആ സംഭവം എന്താക്കുക, ആദ്യം സെറ്റാക്കി വെച്ചിട്ട് അത് കറക്റ്റ് മൈൻഡിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഞാൻ ഈ രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരും. മറ്റേ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ല നമുക്ക് കൺഫ്യൂഷൻസ് വരും. കൺഫ്യൂഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും അവിടെ ഗ്യാപ്പുകളും ഒരുപാട് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടാത്തൊരു പ്രശ്നമൊക്കെ വരും. അത് നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്ലിയർ ആയിട്ട് പറയുന്നതിന് അവിടെ എന്താക്കും ബാധിക്കുന്നുണ്ട്. സോ ഈ രണ്ടാമത്തെ കാര്യം നിങ്ങൾ എന്താക്കുക കറക്റ്റ് ശ്രദ്ധിക്കുക. മൂന്നാം സ്കില്ലാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എടാ ഈ ഒരു മൂന്നെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്കില്ലാണ് മൂന്നാമത്തെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എടാ സിമ്പിളാടാ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പീക്കിംഗ് അല്ലാണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഓക്കെ, നമ്മൾ വെർബലി അല്ലാണ്ട് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിനാണ് എന്ത് പറയുന്നത് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഐ കോൺടാക്ട്, ഞാൻ എൻ്റെ കൈയിൻ്റെ പോസ്റ്റേഴ്സ്, എൻ്റെ ബോഡീൻ്റെ പോസ്റ്റർ, ഇതിനൊക്കെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എടാ സിമ്പിളാടാ. നിങ്ങളൊരു പ്രസന്റേഷനിൽ പോകുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ ചെയ്യടാ, നിങ്ങളൊരു പ്രസന്റേഷൻ നടത്താൻ പോകാമെന്ന് കൂട്ടിക്കോ. ഫസ്റ്റത്തെ സിറ്റുവേഷൻ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്, നേരൊക്കെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇത് ഒന്നാം സിറ്റുവേഷൻ. രണ്ടാം സിറ്റുവേഷൻ നിങ്ങൾ കറക്റ്റ് നിന്നിട്ട് ഓരോ ആൾക്കാരെ ചൂണ്ടിക്കാണിച്ച്, ഓരോ ആൾക്കാരെ കൈ കൊണ്ട് പോസ്റ്റർ കാണിച്ച്, ഓരോ ആൾക്കാരെ കറക്റ്റ് കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ സംസാരിക്കുന്നു. രണ്ട് സിറ്റുവേഷൻ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും മറ്റുള്ള ആൾക്കാരെ കയ്യിലെടുക്കാനും നിങ്ങളുടെ പ്രസന്റേഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കാനും ഇത് ഏറ്റവും നല്ല വഴി ഏതാ? രണ്ടിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുന്നുള്ളത് പറയുന്നുണ്ടല്ലേ. പക്ഷെ രണ്ടിൽ ചെറിയ മാറ്റം എന്താ ഉള്ളത്? ഒന്നിൽ നിങ്ങൾ ഒരു രീതിയിലും നിങ്ങളുടെ ബോഡിയോ നിങ്ങളെ ഐ കോൺടാക്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കറക്റ്റ് നിങ്ങളുടെ ബോഡി നിങ്ങൾ ഐ കോൺടാക്ട് ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു പ്രസന്റേഷൻ ഏറ്റവും സക്സസ് ആക്കാൻ ഏറ്റവും ചാൻസ് ഇതിനാണ് കൂടുതൽ. ഓഫ് കോഴ്സ് ഇതിനുള്ള ഈ രണ്ടാം സിറ്റുവേഷനിൽ വരുന്നത് അതാണ് എന്ത് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാൻ പറയുന്നത്. ഈ നോൺ വെർബൽ ഐ കോൺടാക്ട് എന്ന് പറയുന്നത് നമ്മളൊരു 10 മിനിറ്റ് അവിടെ സംസാരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് അവളെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കാണോ? അല്ല. അതിലൊരു 60-70% ഇതാക്കുക കണ്ണിലേക്ക് നോക്കിക്കുക.
എനിക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ കണ്ണിലേക്ക് നോക്കാനുള്ളത് 2 കണ്ണുകളിലേക്ക് എങ്ങനെ നോക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഐ കോൺടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഭാഗത്തേക്കായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവരുടെ കണ്ണിലേക്ക് നോക്കുന്നതായിട്ട് തോന്നിക്കോളും. ഓക്കെ. അപ്പോൾ ഈ കണ്ണിലേക്ക് നോക്കണം, ഈ കണ്ണിലേക്ക് നോക്കണം, നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ. ഇപ്പൊ തന്നെ നോക്കണം, ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണ് ചിലപ്പോൾ ഇങ്ങനെ പൊന്തി വരുന്നത്, എൻ്റെ സൗണ്ടിൽ നടന്ന ചെറിയ ചെറിയ മോഡുലേഷൻസ്, ഇതൊക്കെ എന്താകുന്നുണ്ടോ ഞാൻ പറയുന്ന ആ ഒരു കാര്യത്തിനെ ആ ഒരു ഡെപ്ത് എന്താക്കുന്നുണ്ട്, വ്യത്യാസം കൊണ്ടുവരുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ ഞാൻ പറഞ്ഞ 3 സ്കില്ലും ഒറ്റ രാത്രിയിൽ നിങ്ങൾ ആ ഒരു കരിയറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. ഗ്രാജുവലി നിങ്ങളെ കരിയറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് ഡെവലപ്പ് ആക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാക്കുക, പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ നമുക്ക് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. പക്ഷേ നമ്മളെ ചാനലിനെ അത് ബൂസ്റ്റ് ചെയ്യാൻ, നമ്മളെ ചാനലിനെ അതൊരു വലിയ ഗ്രോത്തിലേക്ക് എത്തിക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ താഴത്തെ ഇടാം. എനിവേസ് മൈൻഡ്, മണി, മാൻ ആൻഡ് മൂവ്മെന്റ് ഈ 4 കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതുവരെ ബൈ.